കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അഭിനയിക്കാൻ പറ്റില്ല. ഞാൻ ബേസിക്കായിട്ട് എനിക്ക് അങ്ങനെയുള്ള സീക്വൻസ് വലിയ പാടാണ്. ഓക്കെ. കാരണം ഒന്നാമത് എല്ലാവരും എന്നെ അത്ര വാത്സല്യത്തോടു കൂടിയാണ് സെറ്റിൽ കണ്ടിരിക്കുന്നത്. എന്നെ ആരും ഉർവശി എന്ന് വിളിക്കുന്ന ഈ ജനറേഷനിലുള്ളവരേ ഉള്ളൂ. അന്നെല്ലാം പൊടിമോളേന്നാണ് വിളിച്ചിരുന്നത്. അതെ. അപ്പൊ എനിക്ക് ഭയങ്കര കുറച്ചിലാണ് എനിക്ക് ലവ് സീൻ അഭിനയിക്കാൻ. അപ്പം ബെർലിച്ചേട്ടായിട്ട് പറഞ്ഞ ഈ കൊച്ചിന്റെ കൂടെ ചെയ്യാനേ പറ്റത്തില്ല, നടക്കത്തെ അത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്താൽ മതി, പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആ അപ്പം അങ്ങനെയൊക്കെ പറ്റിക്കും. എന്നിട്ട് അമ്മൂമ്മയെ പോലും പറ്റിയിട്ട് അമ്മൂമ്മയ്ക്ക് സിൽക്ക് സ്മിത എന്നാ പേരിട്ടിരുന്നത്. കാരണം നല്ല ഷേപ്പാണ്, നല്ല കൊച്ചു രൂപം, ഇത്രേ ഉള്ളൂ. എൻ്റെ അച്ഛൻ 6 അടി 3 ഇഞ്ച് ഹൈറ്റാ, അമ്മൂമ്മ ഇത്രേ ഉള്ളൂ, കൊച്ചാണ്. പക്ഷെ ബ്ലൗസും ഇങ്ങനെ മുണ്ടും മാത്രമല്ലേ ഉടുക്കുള്ളൂ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വയറ്റിലൊക്കെ പോയി തട്ട് സിൽക്ക് സ്മിത വയറെന്ന് പറയും. ആരാ സിൽക്ക് സ്മിത എൻ്റെ അമ്മക്ക് അറിയത്തില്ല. അവസാനം വരെ ചോദിക്കുമായിരുന്നു, ഇത് ആരാ ഈ സിൽക്ക് സ്മിത എന്ന് ചോദിക്കുമായിരുന്നു. അപ്പൊ എപ്പോഴും ഒരു ചിരിക്കുന്ന അന്തരീക്ഷം മിനിച്ചേച്ചി ഉള്ളിടത്തുണ്ട്. ഓക്കെ. അത് ചേച്ചിയുടെ പ്രസൻസ് വരുമ്പോ, അത് ഇപ്പം നമുക്ക് അറിയുന്ന കാര്യമാണ്, ചേച്ചി പ്രസൻസ് വരുമ്പോ വല്ലാത്തൊരു പോസിറ്റിവിറ്റിയും ഒരു വൈബും ഫുൾ ചിരിയും മേളവും. എത്ര വിഷമവും എത്ര ടെൻഷനും നമുക്കുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മറന്നു പോകും. അതൊക്കെ ശരിക്കും ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. കുടുംബത്തിൽ നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവുക, കുടുംബത്തിൽ രസകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നടക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം. ഓക്കെ ചേച്ചി, ഇന്ന് നമ്മുടെ മൈൽ സ്റ്റോണിൽ ഇന്ന് രാവിലെ ഇന്റർവ്യൂ ചെയ്ത മനോജ് ചേട്ടന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് മോൾക്ക് അഭിനയത്തിലേക്ക് വരാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അത് വേണ്ടിയിട്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് വനിതയിൽ വിളിച്ചിട്ടൊരു ഫോട്ടോ ഷൂട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോ നമ്മുടെ ഈ വിമർശകരും ഒരുപാടുണ്ടല്ലോ. നമ്മുടെ ഇന്നത്തെ നിങ്ങൾ എന്ത് അനങ്ങിയാലും മിണ്ടാതിരുന്നാലും എന്തിനും എല്ലാത്തിനും വിമർശിക്കുന്ന സമൂഹവും ഉണ്ട് നമ്മുടെ കൂടെ. ഇപ്പൊ പറയുന്ന എല്ലാവരും യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് നെപ്പോട്ടിസം എന്ന് പറയുന്നത്. അച്ഛന്മാര് ഫീൽഡിൽ നിൽക്കുമ്പോൾ മക്കൾ അതിനകത്തേക്ക് സ്വാഭാവികമായിട്ട് വരും. എന്താ, ഡോക്ടേഴ്സിന്റെ മക്കളും ഡോക്ടേഴ്സ് ആവുന്നുണ്ട്, ടീച്ചേഴ്സിന്റെ മക്കൾ ടീച്ചർ ആവുന്നുണ്ട്. പക്ഷെ സിനിമയിൽ ഇപ്പൊ നമ്മൾ കൂടുതലായിട്ടും സിനിമയിലുള്ളവരുടെ ഒക്കെ മക്കള് ഇതിലിപ്പോ സജീവമായിട്ട് ഇപ്പൊ ഒരുപാട് പേരെ നമുക്ക് എണ്ണത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ സോക്കോൾഡ് ഇപ്പൊ എല്ലാവരും പറഞ്ഞത് നെപ്പോ കിഡ് എന്ന് പറഞ്ഞിട്ട് നെപ്പോ കിഡ്സ് എന്നുള്ള ഇതിലേക്ക് വരുന്നു. ചേച്ചിക്കും ഇപ്പം നിങ്ങളുടെ മകള് ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനം മറ്റേ സൈഡിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ ചേച്ചി ഇതിനെ എങ്ങനെ കാണുന്നത്? എനിക്ക് അവളെ കൊച്ചിലേ മുതലേ ഒരു ഫോട്ടോയ്ക്ക് പോലും നിർത്തുന്ന ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ അങ്ങനെ. വേണ്ട, അവള് പഠിക്കണം, എനിക്ക് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ അവള് പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. അപ്പോൾ അത് +2 ഒക്കെ കഴിഞ്ഞ് 85% മാർക്ക് ഒക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞ് അവള് ബാംഗ്ലൂർ ഹോസ്റ്റലിൽ ചേർന്നാണ് കോഴ്സ് പാസ്സാവുകയൊക്കെ ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു, ജോലി, നിന്റെ പഠിത്തത്തിനുള്ളൊരു ജോലി നീ ചെയ്ത് ആ ശമ്പളം പറ്റി അതിനകത്തുനിന്ന് സ്വന്തം ചെലവിൽ കാര്യങ്ങളൊക്കെ നടത്തി പൈസയുടെ വില അറിയണം. അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി കുട്ടിയായിട്ട് മാത്രം വളർന്നാൽ ശരിയല്ലല്ലോ. പക്ഷെ അവൾ അക്ഷരം പ്രതി അനുസരിച്ചു. പിന്നെ ഡബ് സ്മാഷും അതും ഇതും ഒക്കെ എല്ലാം ശിവചേട്ടനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. എപ്പോഴും കൂടുതൽ ഇത് അതെന്താ നിനക്ക് അങ്ങനെ, ഓക്കെ ഇങ്ങോട്ടാണ് വരാൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അപ്പം എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കൂടെ അവിടെ. ചാച്ചാ ഞാൻ ഒരെണ്ണം അയച്ചിട്ടുണ്ട്, ഒന്ന് കാണണേ, എന്നിട്ട് അമ്മയെ ഒന്ന് കാണിച്ചു നോക്ക് എന്ന് പറയും. അപ്പൊ ഞാനിത് വലിയ ശ്രദ്ധിക്കുന്നതായിട്ട് ഭാവിക്കത്തൊന്നുമില്ലായിരുന്നു. പക്ഷെ അവള് ഹ്യൂമർ നല്ലോണം ചെയ്യും. മിനിച്ചേച്ചിയുടെ ഹ്യൂമർ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ബ്ലഡിലല്ലേ അത് എനിക്ക് അതാണ് എനിക്ക് ഞാൻ അകറ്റി തന്നെ. കാരണം ഹ്യൂമർ പെർഫോം ചെയ്യാനാണ് ഇഷ്ടം. എന്റെ ഹ്യൂമർ സീൻസ്, മിനിച്ചേച്ചിയുടെ ഹ്യൂമർ സീൻസ്, ദിലീപിന്റെ ഇതൊക്കെയാണ് ഡബ് സ്മാഷ് എടുക്കുന്നത്. അല്ലാതെ സീരിയസ് ആയിട്ടുള്ള സീൻസോ ഡാൻസോ അതൊന്നും അല്ല. കുഞ്ഞിലെ മുതൽ അച്ഛൻ്റെ അമ്മയുടെ എന്റെ ആ കട്ട് 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 എന്ന് പറഞ്ഞ സാധനം ആണ് ബിഗിനിങ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കിലുക്കത്തിലെ രേവതിയുടെ അപ്പൂപ്പനെയും അമ്മുമ്മനെയും അതൊക്കെയാണ് എടുക്കുന്നത്. കൊച്ചിലെ ഞാൻ പിന്നെ അവളെ ഉറക്കാനും അവളെ എന്റർടൈൻ ചെയ്യിക്കാനും എടുക്കുന്നത് കിലുക്കത്തിലെ രേവതിയുടെ ഡയലോഗ്സാ. കൊരങ്ങിന് വേണോ, അതൊക്കെ ഞാൻ അഭിനയിച്ച് കാണിക്കണം. അപ്പൊ അപ്പം മുതലേ എനിക്കറിയാം ഇവൾക്ക് ഹ്യൂമറിനോടാണ് താല്പര്യം കൂടുതൽ. പിന്നെ വീട്ടിലെപ്പോഴും തമാശ പറയുന്ന ആൾക്കാരല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ജോലിയൊക്കെ ചെയ്തിട്ടാട്ടെ എന്ന് പറഞ്ഞു. ജോലി ചെയ്തു, ശമ്പളമൊക്കെ വാങ്ങിച്ചു. ഞാൻ 450യുടെ ഒരു ടോപ്പ് എടുത്തു. അപ്പൊ സമാധാനമായി എനിക്ക്. കാരണം ഞങ്ങള് ഷോപ്പിങ്ങിന് കൊണ്ടുപോകുമ്പം അതൊന്നും അല്ല ചെലവ്. അപ്പൊ ഇത് സ്വന്തം ചെലവില് അങ്ങനെ 450 രൂപയുടെ ടോപ്പ് എടുത്തൊക്കെ വലിയ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞപ്പോ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആയപ്പോ എന്നോട് പറഞ്ഞു, എനിക്ക് അമ്മ എല്ലാരും എന്നെ കമ്പൽ ചെയ്യുന്നു. അവള് ലണ്ടനിൽ ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവളുടെ കൂടെ പഠിച്ചവരും ഒക്കെ. അപ്പൊ അവിടുത്തെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നു, അതെന്തുകൊണ്ട് 9th പഠിച്ചപ്പോ അമ്മ വന്നു അഭിനയിക്കാൻ. അപ്പൊ ഇത്രയായി ജോലിയും കഴിഞ്ഞിട്ട് ഇനി മോളെ അഭിനയിക്കാൻ വിട്ടാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നു. ഞാൻ ഒരു വർഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മളെ വിദ്യാഭ്യാസം ആരും എടുത്തോണ്ട് പോകുന്നില്ല.
ഓക്കെ, അങ്ങനെ കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഉടനെ കാണാം ബിഗ് സ്ക്രീനില്. അതെ, തീർച്ചയായിട്ടും. അങ്ങനെ നല്ലോണം ചൂസ് ചെയ്ത് അവരുടെ ഇഷ്ടം. അവരൊക്കെ സ്മാർട്ടാണ്, അവർക്ക് പറ്റുന്നുണ്ട്. അല്ല ചേച്ചി, ഇന്നിപ്പോ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടെങ്കിലും ചേച്ചി പറഞ്ഞ ഈ ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല. അത് നിങ്ങളെപ്പോലെ ഇത്രയും ടാലന്റഡ്, അത് അവളുടെ ബ്ലഡിലുണ്ട്. അപ്പൊ അവൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആ ഒരു സ്പേസ് അവൾക്ക് വേണ്ടിയിട്ടുണ്ടാവും എന്തായാലും. അത് നമുക്കെന്താ അറിയോ, ഞങ്ങൾ വന്ന കാലഘട്ടത്തിൽ ലോങ് സ്റ്റാൻഡിങ്ങിന് ഒരുപാട് സ്കോപ്പ് ഉണ്ടായിരുന്നു. പല ആർട്ടിസ്റ്റുകളും അങ്ങനെ നിന്നിട്ടുണ്ട്. സത്യമാണ്. ഇനിയിപ്പോ അങ്ങോട്ടുള്ളവർക്ക് അത്രയും നല്ല സ്ട്രോങ് ക്യാരക്ടേഴ്സ് എഴുതുന്ന റൈറ്റേഴ്സ് ഇനിയും ഉണ്ടാവുമായിരിക്കും തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഉണ്ടാവണം, നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാവണം. ഒരു എന്താ പറയുന്നത്, നിങ്ങളുടെ മൈൽ സ്റ്റോൺ പോലെ ഒരു മൈൽ സ്റ്റോൺ ആവുന്ന ഓരോ ക്യാരക്ടേഴ്സ് എങ്കിലും ജീവിതത്തിൽ ഉണ്ടാവണ്ടേ. അതെ, അത് ചേച്ചി ഇപ്പം ശരിക്കും ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഇതിന്റെ ഒരു സത്യാവസ്ഥ ചേച്ചിക്ക് എല്ലാം അറിയാം. ചേച്ചി മാത്രമല്ല 2 കാലഘട്ടത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ പറയുന്ന എല്ലാ നല്ല ടാലന്റഡ് ആയിട്ടുള്ള വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെയും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ കൂടെയും ചേച്ചി വർക്ക് ചെയ്തു. ഇന്നത്തെ ന്യൂജൻ സിനിമകളിലും ചേച്ചി ചെയ്യുന്നത് കൊണ്ട് ഇന്നിപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇന്നിപ്പോൾ ഇതിനകത്തുള്ള നമ്മുടെ എത്രത്തോളം നമുക്ക് ലൈഫ് ഉണ്ടാവും ഇതിൽ നിന്ന് കഴിഞ്ഞാൽ, സ്റ്റെബിലിറ്റി ആണോ, ഇതെല്ലാം ചേച്ചി കറക്റ്റ് ശരിക്കും വീക്ഷിച്ചിട്ടാണ് ചേച്ചി കറക്റ്റായിട്ട് അവളെ ജഡ്ജ് ചെയ്യണത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഓരോ ന്യൂസും നമ്മൾ ഇൻഡസ്ട്രിയിൽ കേൾക്കുന്നുണ്ട്. ഒരിക്കലും വിചാരിക്കാത്ത ഈ ലഹരിയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടും സിനിമ മേഖലയിലുള്ള എല്ലാവരും, ആർട്ടിസ്റ്റുകളായിക്കോട്ടെ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, അത് അവരെടുക്കുന്നത് കൊണ്ട് തന്നെ സെറ്റിൽ വന്നിട്ട് ബാക്കിയുള്ള കോ ആക്ടേഴ്സിൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരാൾ വന്ന് തുറന്നു പറയുമ്പോൾ അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് മീഡിയ ആയിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ കൊടുക്കുന്നില്ല. ഇതെല്ലാം ചേച്ചി കാണുന്നും കേൾക്കുന്നും എല്ലാം ഉണ്ട്. ആ ഒരു ഫിയർ, ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് എപ്പോഴെങ്കിലും ചേച്ചിയുടെ കൺമുമ്പിലേക്ക് വരികയായിക്കോട്ടെ, അല്ലെങ്കിൽ ചേച്ചിയുടെ അടുത്തേക്ക് ആരെങ്കിലും ഇത്തരത്തിലുള്ളൊരു കംപ്ലൈന്റ് വന്ന് പറയൂ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇതിപ്പം ലഹരി എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരത്തിൽ പല കാലത്തും പലരും ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതിപ്പം ഞാനും ഈ പറഞ്ഞു കേൾക്കുന്നതാണ് രമ്യ. എന്തോ നമ്മളൊരു സീനിയോറിറ്റി വിചാരിച്ചാണോ എന്താണോ, നമ്മൾ വരുമ്പം സെറ്റിൽ മിക്കവാറും എല്ലാം ഒരു അച്ചടക്കവും സ്നേഹവും എല്ലാവരും അങ്ങനെ പെരുമാറിയിട്ടുള്ളൂ. ഈ പേര് പറയപ്പെടുന്ന പലരും നമ്മളോട് വളരെ നല്ല രീതിയിലേ പെരുമാറിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അത്തരക്കാരെ ശാസിച്ചിട്ടുമുണ്ട്, നേരിട്ട് തന്നെ. ആരും വന്ന് പരാതി പറഞ്ഞിട്ടൊന്നുമല്ല. അവരുടെ എന്തെങ്കിലും ബിഹേവിയറിൽ പ്രശ്നമായാൽ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ പോലെ സ്നേഹമായിട്ട് ഞാൻ ശാസിക്കും. അത് നല്ലോണം ശാസിച്ചിട്ടുമുണ്ട്. അപ്പോൾ പക്ഷെ സങ്കടമാണ്. കാരണം പുറത്തെല്ലാം ഉള്ള ഇൻഫ്ലുവൻസ് തന്നെ ആയിരിക്കും സിനിമയ്ക്കകത്തും. അവിടെ ഒന്നും നമ്മൾ ഇത്ര അറിയുന്നില്ല. സിനിമ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പക്ഷെ അത് എല്ലാവരുടെയും മനസ്സിലൊരു ഫിയർ ഉണ്ട്, ഇല്ലാന്നില്ല. ഇത് ഈ പുതിയതായിട്ട് വരുന്ന എല്ലാ ആൾക്കാരുടെയും ഒരു ആക്ടറിനോട് പറയുമായിരുന്നു, എൻ്റെ മോനെ സിനിമയിലോട്ട് കൊണ്ടുവരുന്നത് എൻ്റെ മോന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പേടിയാണ് ചേച്ചി, കാരണം എങ്ങാനും ഇങ്ങനെയുള്ള കുരുക്കിനകത്ത് പെട്ടുപോവോ, അങ്ങനെയുള്ളൊരു ഫിയർ എല്ലാ ഭാഗത്തു നിന്നും ഉള്ളവർക്കും ഉണ്ടാകാറുണ്ട്.